Johnny Money, Johnny, you are my Johnny Money. Johnny Money, Johnny, why you want plenty money? We are New York boys, Papa. Sorry, Papa. In the New York life, we are New York boys, Papa. Sorry, Papa. Johnny, Money, Johnny. സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു മനോഹര നിമിഷമാണ് സെന്റ് അന്നാസ് കൂട്ടായ്മയുടെ വാർഷികം ആഘോഷിക്കാനായി. സകലത്തിന്റെയും തുടക്കം ഈശ്വരന്റെ അനുഗ്രഹത്തോടെയാണ്. അതിനായി ഈ പരിപാടി പ്രാർത്ഥനാ ഗാനത്തോടുകൂടി ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനത്തിനായി ജോയലിനെയും കൂട്ടുകാരെയും ക്ഷണിക്കാം. തുറന്നു ഭൂമി
സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങൾ, സെൻ്റ് അന്നാസ് പുണ്യവതിയുടെ നാമകരണത്തിൽ ധന്യമാക്കപ്പെട്ട നമ്മുടെ കൂട്ടായ്മയുടെ വാർഷിക ആഘോഷമാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ വർഷവും നമ്മൾ വളരെ ഭംഗിയായി എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നടത്താൻ നമുക്ക് സാധിച്ചു. ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ വികാരിയായി നമ്മുടെ ഇടനിലേക്ക് വന്നപ്പം ആദ്യം മുതൽ അച്ഛൻ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വളരെ നല്ല ഒരു ഫലമാണ് കിട്ടിയിരിക്കുന്നത്. കൂട്ടായ്മയ്ക്കൊക്കെ ഒത്തിരി ഉന്മേഷം വന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലുള്ള വാർഷികങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വാർഷികം നടത്തണം എന്നുള്ള നിർബന്ധമാണ്. എല്ലാ കൂട്ടായ്മകളും, നമ്മുടെ ഇടവയിലെ എല്ലാ കൂട്ടായ്മകളും കൃത്യമായിട്ട് തന്നെ വാർഷികം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കൂട്ടായ്മയുടെ പുരോഗതിക്കും ഇടവ ജനങ്ങളുടെ അഭിവൃദ്ധിക്കും വേണ്ടി പല ക്ലാസുകളും അച്ഛൻ കൂട്ടായ്മ അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ. അതുപോലെ നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ച് കരോൾ ഗാനങ്ങളൊക്കെ എല്ലാ കൂട്ടായ്മകളും നടത്തി വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുകയുണ്ടായി. അതുപോലെ നമ്മുടെ കൂട്ടായ്മ കുറേ കൂടെ ഊർജ്ജമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കുട്ടികളെ കൂടുതലായി നമ്മുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ എത്തിക്കണം. അത് കൂടുതലായിട്ടുള്ള അമ്മമാരും അപ്പന്മാരുമൊക്കെ കൂട്ടായ്മയിൽ വരുവാൻ കൂടുതൽ താല്പര്യം കാണിച്ചെങ്കിൽ മാത്രമേ കുട്ടികൾ നമ്മളൊപ്പം വരികയുള്ളൂ. അല്ലാതെ കുട്ടികളെ പറഞ്ഞു വിട്ടാൽ നമ്മൾ വീട്ടിൽ നിന്ന് തലേദിവസത്തെ സീരിയലിൻ്റെ ബാക്കി കണ്ടുകൊണ്ടിരുന്നാൽ കുട്ടികൾ കൂട്ടായ്മയിലോട്ട് വരുവാൻ താല്പര്യം കാണിക്കുകയില്ല. അതുപോലെ നമ്മുടെ ഈ കൂട്ടായ്മയിലെ എല്ലാ കൂട്ടായ്മ അംഗങ്ങളുടെയും സേവനത്തോടെ ഇപ്രാവശ്യവും നമ്മൾ വളരെ നല്ല രീതിയിൽ ഈ കൂട്ടായ്മ വാർഷികം ആഘോഷിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ കൂട്ടായ്മ വാർഷികത്തിന് പറയുകയുണ്ടായി, ഒരു ചെറിയ ഫണ്ട് രൂപീകരിക്കുന്നതിന് വേണ്ടി എല്ലാ കൂട്ടായ്മയിലും ഒരു ചെറിയ രഹസ്യപ്പിരിവ് എടുക്കുക എന്ന്. അതിൽ വരുന്നവരെല്ലാവരും സഹകരിച്ചു. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കുറേ കൂടെ ആൾക്കാരുടെ സഹകരണം ഉണ്ടാകുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അത് നമുക്ക് കൂട്ടായ്മയിലേക്ക് കുട്ടികളെ കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടി എല്ലാ കൂട്ടായ്മകളിലും എത്തുന്ന കുട്ടികൾക്ക് ഒരു പ്രോത്സാഹന സമ്മാനം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇന്നിപ്പം നമ്മുടെ കൂട്ടായ്മയിൽ ഉള്ള കുടുംബത്തിലെ പ്രായം ചെന്നവരും ഒന്നും രണ്ടും ആൾക്കാരുമൊക്കെ ഉള്ളൂ. അവർക്ക് എന്തൊരു പ്രാർത്ഥനയും ഇത് വീട്ടിലെ പണികളൊക്കെ ആയിട്ടിരുന്ന് മുഷിയുന്ന നേരത്ത് നമുക്ക് ഒരു ചെറിയ ടൂർ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് നല്ലതാണ് എന്ന് നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ഒരു അഭിപ്രായം ഉണ്ടായി. വലിയ ഇതൊന്നും വേണ്ട, എല്ലാവർക്കും ഒത്തുകൂടി ഒന്ന് ഒരു സ്ഥലത്തേക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നത് ഒരു ആലോചന വന്നിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണത്തോടെ അത് താല്പര്യമാണെങ്കിൽ നമുക്കത് നടപടി എടുക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഒന്നുകൂടി ഊർജ്ജം കിട്ടുന്നതിനും എല്ലാവർക്കും മാനസികമായിട്ടും സന്തോഷം കിട്ടുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇന്ന് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. നമ്മുടെ കൂട്ടായ്മയുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷസ്ഥാനം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ വികാരി റവറൻഡ് ഫാദർ ജെയിംസ് തെക്കഞ്ചേരി കുന്നേലച്ചനാണ്. അതിന് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷതയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയുടെ ആനിമേറ്റർ സിസ്റ്റർ 2 വർഷമായതേ ഉള്ളൂ നമ്മുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത്. അന്നു മുതൽ ഈ കൂട്ടായ്മയുടെ പുരോഗതിക്ക് വേണ്ടി സിസ്റ്റർ അങ്ങേയറ്റം പരിശ്രമിക്കുന്നുണ്ട്. എല്ലാ പ്രാർത്ഥനകളും സജീവമായി വരുന്നു. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ തന്ന് ഈ കൂട്ടായ്മയെ ഏറ്റവും നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ന് ഈ വാർഷികത്തിന് പല പരിപാടികളും കുട്ടികളെ കൊണ്ടുമൊക്കെ അവതരിപ്പിക്കാൻ സിസ്റ്റർ മുൻകൈയെടുത്ത് അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് പഠിപ്പിച്ച് അങ്ങനെ ഈ വാർഷികം ഏറ്റവും ഭംഗിയായി നടത്താൻ വേണ്ടി സിസ്റ്ററുടെ ആത്മാർത്ഥമായ സഹകരണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. സിസ്റ്ററിനെ ഈ യോഗത്തിലേക്ക് യഥാർത്ഥമായി സ്വാഗതം ചെയ്തു. സിസ്റ്ററോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്ന മറ്റു സിസ്റ്റർമാരെ ഈ യോഗത്തിലേക്ക് യഥാർത്ഥമായി സ്വാഗതം ചെയ്തു. പിന്നെ ഒരു യോഗം വിജയത്തിലെത്തിക്കണമെങ്കിൽ
ഓഡിയൻസ് കൂടുതൽ വേണം, ആൾക്കാർ എമ്പടി ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. അതുപോലെ പറയാൻ വിട്ടുപോയി, നമ്മുടെ കൂട്ടായ്മയുടെ PRO ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് മാമ്പഴത്തിൻ്റെ സാറിനെ ക്ഷണിച്ചു. സാറ് നേരത്തെ തന്നെ ഇവിടെ എത്തുകയും നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ സഹകരിക്കുകയും ചെയ്ത മാമ്പഴക്കുഴൽ അച്ഛന് സാറിന് ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. അവരെല്ലാം സമയത്ത് തന്നെ വരികയും മത്സരങ്ങളൊക്കെ സംബന്ധിക്കുകയും ചെയ്ത് ഈ കൂട്ടായ്മ ഏറ്റവും ഭംഗിയായി തീർക്കുന്നതിന് വേണ്ടി അവർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കൂട്ടായ്മയിലെ മറ്റ് കാര്യങ്ങൾക്കെല്ലാം എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും അല്ലാത്ത രീതിയിലെല്ലാം വളരെ ആത്മാർത്ഥമായി സഹകരിച്ച നല്ലവരായ എൻ്റെ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളെയും ഈ യോഗത്തിലേക്ക് ആത്മമായി സ്വാഗതം ചെയ്യുന്നുണ്ട്. നായക പാപിയെ സ്നേഹിച്ച യേശുനായക എന്നിൽ പകരൂ സ്നേഹാമൃതം വീതിയിൽ പ്രഭചൊരിഞ്ഞ നായക പാപിയെ സ്നേഹിച്ച യേശുനായക പകരൂ സ്നേഹാമൃതം ലോകവഴി സ്നേഹമൊഴി ലോകമയ നാദമറിയും നീ എന്നാത്മാവിലാനന്ദമല്ലേ മനസ്സിലുല്ലാസം നീ മാത്രമല്ലേ അല്ലുല്ലാശ്വാസം നീയേകുമല്ലേ അരിൽ കാരുണ്യമായി സംഗീതമായി വീതിയിൽ പ്രഭചൊരിഞ്ഞ നായക പാപിയെ സ്നേഹിച്ച യേശുനായക എന്നിൽ പകരൂ സ്നേഹാമൃതം ലോകവഴിയിൽ സ്നേഹമൊഴിയായി നോവിനായി നാദമറിയൂ നീ എന്നാത്മാവിലാനന്ദമല്ലേ മനസ്സിലുല്ലാസം നീ മാത്രമല്ലേ അരുളിനാശ്വാസം നീയേകുമല്ലേ അരുളിൽ കാരുണ്യമായി സ്നേഹത്തിൽ സംഗീതമായി എന്നത് സാറും അച്ഛന്മാരും മറ്റ് സിസ്റ്റേഴ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എങ്കിലും എനിക്ക് കിട്ടിയ ഈ അവസരത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു. കാരണം എനിക്ക് ആരെയും പരിചയമില്ല, ഇവിടെ ഒരാളെ പോലും പരിചയമില്ല. എങ്കിലും ഇത്തിരി നേരം മുൻപേ വരാൻ സാധിച്ചതുകൊണ്ട് ഈ കൂട്ടായ്മയുടെ യഥാർത്ഥ കൂട്ടായ്മ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ ഈ ഭവനാങ്കണത്തിൽ വലിപ്പ ചെറുപ്പമന്യേ പ്രായഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ കളികളിലും മറ്റെല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥമായി പങ്കെടുത്ത് പുഞ്ചിരിയോടുകൂടി ഏറെ സ്നേഹത്തോടുകൂടി പരസ്പരം സഹകരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കണ്ടപ്പോൾ ഈ കൂട്ടായ്മ ഒരു പക്ഷേ ഈ ഇടവകയിലെ ഏറ്റവും നല്ല കൂട്ടായ്മയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. വിശുദ്ധ അന്നയുടെ നാമം പേറുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയുടെ വാർഷികത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. ഞാൻ സ്വന്തമായി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് എപ്പോഴും ഒരു കുഞ്ഞു കഥയിൽ ഞാൻ ആരംഭിക്കാറുണ്ട്. ഒരു കഥ നിങ്ങളോടും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലൊരു മനുഷ്യൻ തൻ്റെ ഭവനത്തിലേക്ക് ഏറെ ദൂരെയുള്ള ഗ്രാമത്തിൽ നിന്നും കടന്നു പോവുകയാണ്. അദ്ദേഹം ഒരു വനം കടന്നു വേണം അദ്ദേഹത്തിന് തൻ്റെ ഭവനത്തിലേക്ക് എത്താൻ. പക്ഷേ ഈ വനം കടന്ന് കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ വീട്ടിലേക്കുള്ള വഴി ഒന്ന് തെറ്റി. അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ കണ്ട ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് അല്പസമയം ഉറങ്ങി. ഉണർന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു സൗരഭ്യം അനുഭവപ്പെട്ടു. അദ്ദേഹം അവിടെയെല്ലാം പരതി നോക്കി. എന്താണ് ഈ സൗരഭ്യത്തിന്റെ ഉറവിടത്തിന്റെ കാരണം? പലതും നോക്കിയെങ്കിലും കാണാൻ സാധിച്ചില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇരുന്ന മരത്തിന്റെ താഴ്ഭാഗത്തായി ഒരല്പം കറുത്ത നിറത്തിലുള്ള എന്തോ ഒരു സാധനം, അതിൽ നിന്നാണ് ഈ സൗരഭ്യമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഈ
ചെളിക്കട്ട എന്ന് തോന്നുന്ന ഈ സാധനത്തോട് ചോദിച്ചു, നീ എന്താണ്? വൈഡൂര്യമാണോ, മരതകമാണോ, ഗോമേതകമാണോ, അതോ മറ്റെന്തെങ്കിലും വലിയ വിലപിടിപ്പുള്ള എന്തെങ്കിലും കല്ലാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ കല്ല് അദ്ദേഹത്തോട് സംസാരിച്ചു. അതിപ്രകാരമായിരുന്നു, ഞാൻ ഗോമേതകമോ മരതകമോ വജ്രമോ ഒന്നുമല്ല, മറിച്ച് ഞാനൊരു ചെളിക്കട്ടയാണ്. എൻ്റെ മുകളിൽ നിൽക്കുന്നത് ഒരു പനിനീർ ചെടിയാണ്. ഈ പനിനീർ ചെടിയിലേക്ക് ഓരോ ദിവസവും മഴത്തുള്ളികൾ ഇറങ്ങുമ്പോൾ ആ മഴത്തുള്ളികൾ എൻ്റെ മേൽ പതിച്ച് വർഷങ്ങൾ കൊണ്ട് ഞാൻ സുഗന്ധമുള്ള ഒരു വ്യക്തിയായി മാറുകയായിരുന്നു എന്ന്. ഈ കൂട്ടായ്മയുടെ വാർഷികത്തിന്റെ നിമിഷത്തിൽ ഇവിടെ ആയിരിക്കുമ്പോഴും എനിക്കും നിങ്ങൾക്ക് ആശംസിക്കാനുള്ളത് ഇത് തന്നെയാണ്. പരിശുദ്ധ മറിയം എന്ന മാണിക്യത്തെ ഇപ്രകാരം സൗന്ദര്യമുള്ളവളും വിശുദ്ധിയുള്ളവളും ആക്കി തീർത്തത് പരിശുദ്ധ അന്നയുടെ ആ വലിയ വിശ്വാസവും പ്രാർത്ഥനയും അവൾ നൽകിയ നല്ല അച്ചടക്കപൂർണമായ ജീവിതവുമാണ്. അങ്ങനെയെങ്കിൽ ഈ സെന്റ് അന്ന കൂട്ടായ്മയുടെ ഓരോ വ്യക്തികളും ഓരോ കൂട്ടായ്മ വാർഷികത്തിലും കൂട്ടായ്മയിലെ മറ്റു പരിപാടികളിലും മറ്റോരോ കൂടിവരവുകളും നമ്മൾ കാര്യമായി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലെ ഓരോ മക്കളും അത് എത്ര നല്ലവരായിക്കോട്ടെ, സ്വഭാവം എത്ര ചീത്തയായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രാർത്ഥനയും അച്ചടക്കവും നമ്മൾ പകർന്നു നൽകുന്ന ഈ വിശ്വാസ പൈതൃകവും ഈ കൂട്ടായ്മകളുമൊക്കെ അവരുടെ ജീവിതത്തിന്റെ സ്വഭാവത്തെ കൂടുതൽ വിശുദ്ധിയുള്ളതാക്കി തീർക്കുവാൻ, കൂടുതൽ തനിമയുള്ളതാക്കി തീർക്കുവാൻ അത് ഉപകരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ആയതിനാൽ മടി കൂടാതെ ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രേഷ്ഠതയോടുകൂടി കൂടുതൽ സഹകരണത്തോടുകൂടി പങ്കെടുത്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ, നമ്മുടെ കൂട്ടായ്മകളെ, നമ്മുടെ ഇടവകയെ തന്നെ വിശുദ്ധിയുടെ പരിമളം പരത്തുന്ന വലിയ ഒരു കൂട്ടായ്മയാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കൂട്ടായ്മയിൽ 27 കുടുംബങ്ങളിലായി 115 അംഗങ്ങളുണ്ട്. എല്ലാ മാസവും രണ്ടാമത്തെ ശനിയാഴ്ച നേരത്തെ നിശ്ചയിച്ച ഒരു ഭവനത്തിൽ അംഗങ്ങൾ ഒരുമിച്ച് കൂടുന്നു. പ്രാർത്ഥന, ചർച്ച, കാപ്പി സൽക്കാരം എന്നിവ കൂട്ടായ്മയിലെ പതിവ് പരിപാടികൾ ഉൾപ്പെടുന്നു. ഈ കൂട്ടായ്മയിലെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ആത്മാർത്ഥമായ സഹകരണം ലഭിക്കുന്നുണ്ട്. വചന വിചിന്തനങ്ങൾ. കൂട്ടായ്മ പ്രാർത്ഥനയിൽ വായിക്കുന്ന വചനഭാഗത്തെ ഞങ്ങളുടെ ആനിമേറ്റർ സിസ്റ്റർ വിശദമാക്കിക്കൊണ്ട് വചനം ജീവിതബന്ധിയാക്കുവാനും ആധ്യാത്മികമായി വളരുവാനും ഞങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂട്ടായ്മയുടെ വിവിധ ആവശ്യങ്ങൾക്കായി ഓരോ സമ്മേളനത്തിലും രഹസ്യ പിരിവ് നടത്താൻ ഈ വർഷം തീരുമാനിച്ചു. ലീഡേഴ്സ് മീറ്റിംഗ്.
എല്ലാ മാസത്തിലും നടത്താറുള്ള ലീഡേഴ്സ് മീറ്റിംഗിൽ ഭാരവാഹികൾ പതിവായി സംബന്ധിക്കുകയും അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ കൂട്ടായ്മയിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. കുരിശിന്റെ വഴി. വലിയ നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും കൂട്ടായ്മയിലെ ഒരു ഭവനത്തിൽ അംഗങ്ങൾ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടുകയും കുരിശിന്റെ വഴി നടത്തുകയും ചെയ്യുന്നു. ജപമാല. ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ പള്ളിയിൽ നിന്ന് ലഭിച്ച തിരുസ്വരൂപം ഓരോ വീടുകളിൽ എത്തിക്കുകയും അവിടെ ജപമാല ചൊല്ലുകയും ചെയ്യുന്നു. ജപമാല ഈ കൂട്ടായ്മയിലെ എല്ലാ വീടുകളിലും നടത്താറുണ്ട്. സമാപന ദിവസമായ 31-ാം തീയതി കൂട്ടായ്മക്കാരെല്ലാവരും തിരുസ്വരൂപം വഹിച്ച പള്ളിയിൽ എത്തിച്ചേരുന്നു. മധ്യസ്ഥതയുടെ തിരുനാൾ. നമ്മുടെ കൂട്ടായ്മയുടെ മധ്യസ്ഥയായ വിശുദ്ധ അന്നാസ് പുണ്യവതിയുടെ തിരുനാൾ ദിനമായ ജൂലൈ 26-ാം തീയതി വിശുദ്ധ കുർബാന ചൊല്ലിക്കുകയും കൂട്ടായ്മ അംഗങ്ങൾ ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ചെയ്തു. വാർഷികം 2024. കഴിഞ്ഞ വർഷത്തെ വാർഷികം സെപ്റ്റംബർ മാസം 14-ാം തീയതി ജോബി അടിച്ചിലാമാക്കലിന്റെ ഭവനത്തിൽ വെച്ച് നടന്നു. ബഹുമാനപ്പെട്ട വികാരിയത്തിന്റെ അധ്യക്ഷതയിൽ സമ്മേളനത്തിൽ ഷിൻഡോ അക്കരവേൽ അച്ഛൻ, സിസ്റ്റേഴ്സ്, കൈക്കാരന്മാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കലാകായിക മത്സരങ്ങളും വിവിധ കലാപരിപാടികളും വാർഷികത്തെ മോടി പിടിപ്പിച്ചു. തുടർന്ന് 29 വർഷത്തെ കൂട്ടായ്മയുടെ സ്ഥാനം വഹിച്ച ബഹുമാനപ്പെട്ട അലക്സാണ്ടർ കുനാനിക്കലിനെ തന്നെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി വീണ്ടും ലീഡറായി തിരഞ്ഞെടുത്തു. സെക്രട്ടറി സ്ഥാനത്തേക്ക് ICS അണ്ണി വാണിയപ്പുരക്കലിനെയും നിയമിച്ചു. ക്രിസ്മസ് ആഘോഷം. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഡിസംബർ മാസം 21-22 തീയതികളിലായി നടത്തി. വൈദ്യുതാലങ്കാരങ്ങളാലും ശബ്ദഘോഷത്തോടെയും പാപ്പാമാരുടെ അകമ്പൊടിയാലും എത്തിച്ചേർന്ന കരോൾ സംഘത്തെ വളരെ സന്തോഷത്തോടെയും അതിലേറെ സ്നേഹത്തോടെയും കുടുംബാംഗങ്ങൾ സ്വീകരിച്ച ക്രിസ്മസ് ആശംസകൾ കൈമാറി. പരിശുദ്ധ കുർബാനയുടെ ക്ലാസ്. നമ്മുടെ കൂട്ടായ്മയിൽ പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ക്ലാസ് ഓഗസ്റ്റ് മാസം 28-ാം തീയതി ബാബുവട്ടത്തിന്റെ ഭവനത്തിൽ വെച്ച് നടന്നു. സെന്റ് അഗസ്റ്റിൻസ് കൂട്ടായ്മയിലെ അംഗങ്ങളും നമ്മളോടൊപ്പം പങ്കുചേർന്നു. നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ജെയിംസ് തെക്കുംചേരി കുന്നേലച്ഛനാണ് ക്ലാസുകൾ നയിച്ചത്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഴമായി ഗ്രഹിക്കാനും അതിന്റെ അർത്ഥങ്ങളും അടയാളങ്ങളും കൂടുതലായി മനസ്സിലാക്കാനും ഈ ക്ലാസ് നമ്മെ സഹായിച്ചു. നന്ദിയുടെ ഒരു വാക്ക്. എല്ലാത്തിനും ഉപരി ഈ കൂട്ടായ്മയിലുള്ള ദൈവപരിപാലനയ്ക്ക് നല്ലവനായ ദൈവത്തിനും സ്വർഗീയ മധ്യസ്ഥയായ അന്നാ പുണ്യവതിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടത്ര പ്രോത്സാഹനവും നേതൃത്വവും ഉണർവും നൽകിക്കൊണ്ട് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജെയിംസ് തെക്കുംചേരി കുന്നേലച്ഛനോടുള്ള നന്ദി അറിയിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഈ കൂട്ടായ്മയുടെ നെടുംതൂണായി നിന്നുകൊണ്ട് എല്ലാവിധ സഹകരണവും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആനിമേറ്റർ സിസ്റ്റർ ടെസ്സിനെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. സിസ്റ്ററിന്റെ നിസ്വാർത്ഥമായ സേവനത്തിന് സർവശക്തൻ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ കൂട്ടായ്മയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ലീഡർ ശ്രീ അലക്സാണ്ടർ കൂനാനിക്കലിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ത്യാഗനിർഭരമായ സേവനവും തീഷ്ണതയും ഞങ്ങൾക്ക് മാതൃകായോഗ്യമാണ്. അവസാനമായി ഈ കൂട്ടായ്മയിലെ എല്ലാ കുടുംബങ്ങൾക്കും ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുന്നു. ഒരുമിച്ച് വളരുവാനും പ്രബുദ്ധരാകാനും സ്നേഹവും സാഹോദര്യവും കൂടുതൽ വളർത്തുവാനും ഈ കൂട്ടായ്മ ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിശുദ്ധ അന്നാസ് ഗ്രൂപ്പിന്റെ 2024-25 വർഷത്തിലെ പ്രവർത്തന റിപ്പോർട്ട് കര
തിരുഹൃദയത്തിൻ മുൻപിൽ അന്നയുടെ മാതൃകയനുസരിച്ച് നല്ല കുടുംബജീവിതത്തിൻ്റെ മാതൃകയിൽ ഈ കുടുംബ കൂട്ടായ്മ ഭംഗിയായി പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഒത്തിരി പേരെ വ്യക്തിപരമായിട്ട് അറിയില്ലായെങ്കിലും നിങ്ങളുടെ പല വീടുകളിലും ഞാൻ വന്നിട്ടുണ്ട്, വിശ്രമസാനിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ടുള്ള അനുഭവമായിരുന്നു. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കുട്ടികൾ ഉത്സാഹത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ആ അനുഗ്രഹം നിങ്ങൾക്ക് എന്നും ലഭിക്കുമാറാകട്ടെ. സെയിൻറ്റ് അന്നായുടെയും ജോവാക്കിമിൻ്റെയും ജീവിതം അത്ര എളുപ്പമുള്ള ഒന്നായിരുന്നില്ല. എങ്കിലും തിരുക്കുടുംബത്തിൻ്റെ തറക്കല്ലിട്ടത് അവരാണ്. അവരിൽ നിന്ന് പഠിച്ച നന്മകളൊക്കെയാണ് പരിശുദ്ധ അമ്മ യേശുവിന് പകർന്നു കൊടുത്തതും തിരുക്കുടുംബത്തിൻ്റെ അടിസ്ഥാനമായി മാറിയതും. ആ അടിസ്ഥാനം നിങ്ങൾക്കും ലഭിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളിൽ അത് വളരുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നല്ല, വിശുദ്ധരിൽ വിശുദ്ധനായ വിശുദ്ധ അന്നാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുന്ദര സുദിനത്തില് ദൈവമാതാവിൻ്റെ മാതാവും ഈശോയുടെ വല്യമ്മയുമായ വിശുദ്ധ അന്നായെ നമ്മൾ ഓർക്കുമ്പോൾ ആ അന്നാമ്മയുടെ നാമത്തിലുള്ള നമ്മുടെ കൂട്ടായ്മയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മ വാർഷികത്തെ അനുബന്ധിച്ച് 1.5 മാസത്തോളമായി എല്ലാവരും മനസ്സിൽ ആദ്യം ഈ ആഘോഷങ്ങൾ എങ്ങനെ നടക്കണമെന്ന്, ഈ കൂട്ടായ്മ ഒന്നിച്ച് എങ്ങനെ നടത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മനസ്സിൽ വിരിഞ്ഞ കാര്യങ്ങൾ എല്ലാ കൂട്ടായ്മ അംഗങ്ങളെയും അറിയിച്ചപ്പോൾ അതൊരു പൂവായി പുഷ്പമായി ഇന്ന് വളരെ മനോഹരമായ ഒരു ദിനമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരെയും നമ്മുടെ ഈ കൂട്ടായ്മ ഒന്നിച്ചു ചേർന്ന് നയിക്കുന്ന നമ്മുടെ കൂട്ടായ്മ ലീഡറും കുടുംബാംഗങ്ങളും ഓരോരുത്തരുടെയും നല്ല സഹകരണമാണ് ഇന്ന് ഇത്രയും മനോഹരമാക്കാൻ ഇത് സാധിക്കുന്നത്. പല കൂട്ടായ്മകളിലും പോയിട്ടുണ്ടെങ്കിൽ ഒരു എടുത്തു പറയേണ്ട ഒരു കൂട്ടായ്മയാണ് ഈ സെന്റ് അന്നാസ് കൂട്ടായ്മ എന്ന് അനുഭവത്തിൽ പറയുകയാണ്. എന്തൊരു കാര്യവും തീരുമാനിക്കുന്ന ഒരു പ്ലാനോടുകൂടിയാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ എന്ത് പറഞ്ഞാൽ അത് അനുസരിക്കാനും അത് മറ്റുള്ളവരെയും കൂടി കൂട്ടി ഒന്ന് ചേർന്ന് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ മുന്നോട്ട് വരാൻ തയ്യാറായ ഒരു കൂട്ടായ്മ ആണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു. കുടുംബങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ അന്നാമ്മ ധാരാളമായ അനുഗ്രഹങ്ങൾ നന്മകളാലും ഈ കൂട്ടായ്മയെ നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാറ
നാരി മനോഹാരി കാരുണ്യ ജയ ജയ ഭൂരി കാരുണ്യ വന്നിടുക ചാരത്തിക പാരിത്തവ നേരുത്തവരാരുത്തര സാരസ്യ സാരമറിവതിന്നും ചാരത്തിക പാരിത്തവ നേരുത്തവരാരുത്തര സാരസ്യ സാരമറിവതിന്നും നല്ല മാരസ്യ ലീലകൾ ചെയ്വതിന്നും നടനം ചെയ്യണം നടനം ചെയ്യണം നല്ല കേളി ജഗത്തിൽ വളർത്തിടണം ഹൃദയതരമൊന്നു പാടിടുവാൻ ഉദ്യോഗഭേദം കുറയ്ക്കരുതേ ഹൃദയതരമൊന്നു പാടിടുവാൻ ഉദ്യോഗഭേദം കുറയ്ക്കരുതേ വിദ്യുല്ലതാങ്ങി ചൊല്ലിടുക പദ്യങ്ങൾ ഭംഗി കലർന്നു നീ സദ്യമതാങ്ങി ധനതകതത്തിനെ തത്തയെ തത്വം തത്വമെന്നും മക്കളും മാതയെ ചന്ദ്രലേക്ക് തകതത്തിനെ തത്വം തത്വമെന്നും മക്കളും മാതയെ ചന്ദ്രലേക്ക് നല്ല പദ്യങ്ങൾ ചൊല്ലുക നീരത്നലേക്ക് മാതാവിൻ്റെ ഇമന തിരുനാളിൻ്റെ തലേദിവസം മാതാവിൻ്റെ അമ്മയുടെ തിരുനാൾ വാർഷികമായിട്ട് നിങ്ങളിവിടെ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, അമരോത്ഭവയായ ഒരു മകളെ, ഉത്ഭവഭാവമില്ലാത്ത ഒരു മകളെ ആ അമ്മയുടെ വയസ്സുകാലത്ത് അമ്മയ്ക്ക് മകളായിട്ട് ലഭിച്ചു. ആ മകളെ ദേവാലയത്തിൽ സമർപ്പിച്ച് കാഴ്ചവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് വലിയൊരു പുണ്യം നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. നമ്മുടെ രക്ഷാകര കർമ്മത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി തന്നെ ആ അമ്മ അവിടെ മാറുകയാണ്. അപ്പോൾ അമ്മമാർക്ക് നൽകുന്നൊരു സന്ദേശമാണ്. കുടുംബം നമ്മുടെ ഒരു സഭയുടെ നമ്മളെയൊക്കെ മൊത്തം രക്ഷാകര കർമ്മത്തിലല്ലെങ്കിലും നമ്മുടെയൊക്കെ രക്ഷാകര കർമ്മത്തിൽ ആ കുടുംബത്തിലെ അമ്മമാർക്കുള്ള പങ്ക്, അമ്മമാരെ എന്ന് പറയുന്ന കുടുംബനാഥന്മാരുടെ മധ്യസ്ഥയും കൂടിയാണ് ക്രിസ്ത്യാനി. ആ അമ്മമാരെ നമുക്കൊക്കെ ഉത്ഭവം ഇല്ലാതെ ജനിക്കുന്ന മക്കളെ ലഭിക്കാൻ സാധ്യതയില്ല എങ്കിൽ പോലും ജനിച്ചു കഴിഞ്ഞ് മാമോദീസയിലൂടെ സഭാംഗങ്ങളായി തീരുന്ന നമ്മളെ മക്കളെ അവരെ പാപത്തിൽ നിന്നും ഒക്കെ വിട്ട് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ തിന്മകളിൽ നിന്നും ഒക്കെ അകറ്റി നിർത്തി വളർത്തേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ തിരുനാളിലൂടെ നമ്മൾ ഓർക്കേണ്ടത്. ആത്മാർത്ഥമായിട്ട് സഹകരിച്ചെങ്കിൽ മാത്രമേ അച്ഛന് പൂർണ്ണമായിട്ട് വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരുടെ കൂട്ടായ്മകൾ നമുക്ക് അച്ഛൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് വ്യക്തമായി കുടിച്ചത് അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട്, വികാരിയച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തുകയും അതുപോലെ ഇടവകയെ ശക്തിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ടും എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ പെട്ടെന്ന് മഴ പെയ്തു. ബട്ട് അയാളുടെ ഒരു മുടി പോലും നനഞ്ഞില്ല. അയാളുടെ കൊടയില്ല, അറിയാവുന്നൊരു കൈ വെക്കി. ഇതെല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും സ്വന്തമായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് ഉപയോഗിക്കാറില്ല, മറ്റുള്ളവരായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. മിനിയാണ്ടി മൂന്ന് നമ്പറുകൾ, അവയിലൊന്നും സീറോസ് അല്ല, അതായത് പൂജ്യങ്ങളല്ല, ഇല്ല. നമ്മൾ ഗുണിച്ചാലും ആഡ് ചെയ്താലും ഒരേ ആൻസർ കിട്ടും, കൂട്ടിയാലും ഗുണിച്ചാലും ഒരേ ആൻസർ കിട്ടും. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കാറില് 2 അച്ഛനുണ്ട്, 2 ആൺമക്കളും ഉണ്ട്, പക്ഷെ കാറിൽ 3 പേരെ മൊത്തം ഉള്ളൂ. ഒരു കാറുണ്ട്, കാറില് 2 അച്ഛന്മാരുണ്ട്, 2 ആൺമക്കളും ഉണ്ട്, പക്ഷെ കാറിൽ മൊത്തം 3 പേരെ ഉള്ളൂ. കൈവക്കിക്കോണം. പിറകിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ട്?
നാടിൻ നന്മകനെ പൊന്മകനെ മുത്തയവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നയവനെ കാലം കത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോയി അണ്ണൻ വന്ന വിട്ടുമില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എന്നാലും സുല്ല ഇവനെ കൊടുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ച സ്വർഗം പോലും വരും ശനിയാഴ്ച 10 കഴിയുമ്പോൾ വരുമോ മോർണിംഗ് ഷോ കാണാൻ വരുമോ മോർണിംഗ് ഷോ കാണാൻ അമ്പിടി നിന്നെ കാണാൻ നിൽക്കും ഞാൻ തിയേറ്ററിൽ ഏകനായ അമ്പിടി നിന്നെ കാണാൻ നിൽക്കും ഞാൻ തിയേറ്ററിൽ ഏകനായ കോളേജിൽ കയറാതെ കാത്തു നിൽക്കും കയ്യിൽ 2 ബാൽക്കണി ടിക്കറ്റു വരുമോ വിഷുക്കണി കാണാൻ എന്റെ കരളല്ലേ കരളിൻ കുളിരല്ലേ വരുമോ മോർണിംഗ് ഷോ കാണാൻ വരുമോ മോർണിംഗ് ഷോ കാണാൻ അച്ഛനായി നീ ചാടണം അമ്മയറിയാതെ ചാടി പോരണം അച്ഛനറിയാതെ നീ ചാടണം അമ്മയറിയാതെ ചാടി പോരണം നീ വന്നില്ലെങ്കിൽ വരാനൊത്തില്ലെങ്കിൽ നിന്നെ അനിയത്തി അന്നാമെ വിട്ടാ മതി കരളിൻ കുളിരല്ലേ വരുമോ മോർണിംഗ് ഷോ കാണാൻ വരുമോ മോർണിംഗ് ഷോ കാണാൻ വരുമോ മോർണിംഗ് ഷോ കാണാൻ വരുമോ മോർണിംഗ് ഷോ കാണാൻ സ്ഥിരീകരിക്കട്ടെ. ക്രിസ്ത്യ കുടുംബങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ അന്നയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു. വിശുദ്ധ അന്ന യോവാക്യം ദമ്പതികൾക്ക് ദീർഘകാലം മക്കളില്ലായിരുന്നു. അവരുടെ ദൈവഭക്തിയും നിരന്തര പ്രാർത്ഥനയും കൊണ്ട് ദൈവം അവർക്ക് മറിയത്തെ സമ്മാനിച്ചു. ദൈവമാതാവിന്റെ അമ്മയായ അന്ന എത്രയും വത്സലയാണ്. പേരിന്റെ അർത്ഥം തന്നെ അനുഗ്രഹം എന്നാണ്. വിശുദ്ധ അന്നയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടായ്മയിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. കുർബാനയെന്നാൽ ഈശോയാണത്. ഈശോപ്പൻ നൽകിയ സ്നേഹമാണ്. താതനും പുത്രനും ദൂതായും നൽകിയ സ്വർഗത്തിൻ സ്നേഹ സമ്മാനമാണ്. താതനും പുത്രനും ദൂതായും നൽകിയ സ്വർഗത്തിൻ സ്നേഹ സമ്മാനമാണ്. അപ്പമായി മാറിയതെന്നീശോ അല്ലാതെ വേദനിച്ചില്ലേശോ. അപ്പമായി
പാപികളായ മനുഷ്യരെ നേടുവാൻ പ്രാണൻ പോലും നമുക്കേരിച്ചോ പാരിനെ മുടിയ കുരുത്തല്ല കാരിനും പാടെ തുടച്ചു മാറ്റി നമ്മളോടൊപ്പം ഇരിക്കുവാനിച്ചോ അന്ന് അപ്പത്തിൻ രൂപത്തിലേക്ക് ഇറങ്ങി നമ്മളോടൊപ്പം ഇരിക്കുവാനിച്ചോ അപ്പത്തിൻ രൂപത്തിലേക്ക് ഇറങ്ങി കാറ്റു പറക്കുമേ അപ്പ കഷ്ണമോ ചിന്തിക്കാനില്ലമ്മയൊന്നു പറ കാറ്റു പറക്കുമേ അപ്പ കഷ്ണമോ ചിന്തിക്കാനില്ലമ്മയൊന്നു ബുദ്ധി കൊണ്ടല്ലത് കൃത്യനല്ല സ്നേഹം അമ്മിഞ്ഞ പോലെ നുകർന്നിടണം മനുഷ്യരിലേക്കും അപ്പുറമാണ് മാറ്റമില്ലാത്തൊരു സ്നേഹമാണ് ആരൊക്കെ ഓടിയാകന്നാലും ആ സ്നേഹം തേടി വന്നെല്ലാവരും സ്വന്തമാക്കും ആരുമില്ലെന്നൊരു തോന്നലുണ്ടാവും ഓർക്കണം ഈ സ്നേഹം കണ്ണനിയെ ആരുമില്ലെന്നൊരു തോന്നലുണ്ടാകുമ്പോൾ ഓർക്കണം ഈ സ്നേഹം കണ്ണനിയെ സ്നേഹമാമീശോയെ അപ്പമായി തീരുവാൻ എന്തൊക്കെ ചെയ്തം ഒന്നു പറ സ്നേഹമാമീശോയെ അപ്പമായി തീരുവാൻ എന്തൊക്കെ ചെയ്തമ്മേ ഒന്നു പറ കേൾക്കണം കുഞ്ഞെ ആ സ്നേഹത്തിൽ നൽകാത ജീവൻ പകർന്നതാമിച്ചോകത മർത്യനെ സൃഷ്ടിച്ച ദൈവപിതാവൊപ്പം മാനവൻ സന്തോഷമോടെ വാങ്ങി എന്നാലൊരിക്കലാവല്ലാത്ത അഹങ്കാരം മർത്യനെ പാപത്തിലാക്കി കുഞ്ഞെ എന്നാലൊരിക്കലാവല്ലാത്ത അഹങ്കാരം മർത്യനെ പാപത്തിലാക്കി കുഞ്ഞെ കഷ്ടമല്ലേ അത് ദൈവപിതാവപ്പോൾ ഒത്തിരി സങ്കടപ്പെട്ടു കാണും കഷ്ടമല്ലേ അത് ദൈവപിതാവപ്പോൾ ഒത്തിരി സങ്കടപ്പെട്ടു കാണും അയ്യോ കഷ്ടം സർവ്വതും നഷ്ടമായി മറ്റേനെ ഭാഗ്യം കൈവേടിഞ്ഞു നഷ്ടപ്പെട്ട ഭാഗ്യം വീണ്ടും നൽകാനായി ദൈവകുമാരൻ മനുഷ്യനായി കന്യാമറിയത്തിൽ വന്നു പിറന്നവൻ മാനവലോകത്തിൻ രക്ഷകനായി കന്യാമറിയത്തിൽ വന്നു പിറന്നവൻ മാനവലോകത്തിൻ രക്ഷകനായി ഉണ്ണീശോയ്ക്കെന്തൊരു ചന്തമാണമ്മേ പൊന്നുണ്ണി ഞങ്ങളെ കാത്തോളം ഉണ്ണീശോയ്ക്കെന്തൊരു ചന്തമാണമ്മേ പൊന്നുണ്ണി ഞങ്ങളെ കാത്തോളം അപ്പത്തിൽ വീടുന്ന ശോഭന്നു വീറന്നതു കുഞ്ഞെ അപ്പമില്ലാത്തവർക്കൊക്കെ നൽകിയവൻ അന്നൊരപ്പവും നിത്യായുസും ആരും വിളിച്ചവന്നിരിക്കുവാൻ എല്ലാവർക്കുമെല്ലാമായി പാർക്കും ഭാര്യം ആരും വിളിച്ചവരാതിരിക്കുവാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു എന്നിട്ടെന്തുണ്ടായി കുരിശിൽ താഴാക്കുവാൻ മനുഷ്യർ ഇത്രയും ക്രൂരന്മാരോ സങ്കടം ഉണ്ടതു ചൊല്ലുവാനോവിനെ ഈശോയെ നോക്കിച്ചിടലേ നീയും പാപങ്ങളൊക്കെ വെറുത്തിടണം നമ്മൾ സാത്താനെ ദൂരെ അകറ്റിയിടണം നല്ലതു ചെയ്യണം നന്മകൾ ചെയ്യണം ഈശോയെ പോലെ വളർന്നിടണം നല്ലത് ചൊല്ലണം നന്മകൾ ചെയ്യണം ഈശോയെ പോലെ വളർന്നിടണം मुझसे दूर कहीं न जा बस यही कहीं रह जा मैं तेरी दीवानी रे अफसोस तुझे है क्या मुझसे दूर कहीं न जा बस यही कहीं रह जा मैं तेरी दीवानी रे अफसोस तुझे है क्या तेरी बोलो न क्या करे दिल जो तुम्हारा है कैसा बेचारा है मानना बेशरम बिल्कुल खटारा है कभी दिल बेकरार क्यों करूं मैं तुझसे प्यार
കുളിച്ചാട്ടെ മഴത്തുള്ളി കുളിച്ചാട്ടെ ഇടിമിന്നലിഞ്ഞാട്ടെ പൊതിയും പൂമ്പാതയെ കനവിൻ കണ്ണടിയിൽ തെളിയും വാദ്യങ്ങളെ മുത്തുമായി മുത്തം വെച്ചും നക്ഷത്രമല്ലേ Biggie, biggie, biggie. കാണിച്ചു പ്രിയം വരുത്തി
ശാന്തനീരാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ശാന്തനീരാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ 2 ലെറ്റേഴ്സേ ഉള്ളൂ. കറക്റ്റ് ആൻസർ. സിംഹവും പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. സിംഹം തോൽക്കാൻ കാരണമെന്ന്. കറക്റ്റ് ആൻസർ. കൂട്ടുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും? കറക്റ്റ് ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുസ്തകം തുറന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു. എന്തുകൊണ്ട്? ശേഷം തേഴ്സ്ഡേ വരുന്നത് എവിടെയാണ്? അല്ല അല്ല. ക്വസ്റ്റ്യനൊക്കെ ശരിയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. നമ്മളെ ഒരു ക്ലൂ തരാം. ഫ്രൈഡേക്ക് ശേഷം തേഴ്സ്ഡേ വരുന്നത് എവിടെയാണ്? മഞ്ഞണിപ്പൂക്കളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളം തുമ്പികളെ ഉണ്ണീശോയി മണ്ണിൽ വന്നു പിറന്നതറിഞ്ഞില്ലേ? നന്മ നിറഞ്ഞൊരു കൂട്ടുകാരൻ വന്നതറിഞ്ഞില്ലേ? ഉണ്ണീശോയുടെ കൂടെ നമുക്കിന്നാടി കളിച്ചിടാം. ഉണ്ണീശോയുടെ കൂടെ നമുക്കിന്ന് പാടിക്കളിച്ചിടാം. മിന്നി മിന്നി പാടിക്കളിക്കും. മിന്നാമിനുകളെ എല്ലാരും പാടി പതുങ്ങി നടക്കും. കുഞ്ഞുങ്ങളെ മണ്ണിൽ വന്നു പിറന്നതറിഞ്ഞില്ലേ? നന്മ നിറഞ്ഞൊരു കൂട്ടുകാരൻ വന്നതറിഞ്ഞില്ലേ? ഈശോയുടെ കൂടെ നമുക്കിന്നാടി കളിച്ചിടാം. ഉണ്ണീശോയുടെ കൂടെ നമുക്കിന്ന് പാടിക്കളിച്ചിടാം. തെക്കേ പടത്തു പാടിക്കളിക്കും അടുത്ത കുഞ്ഞുങ്ങളെ. നിറമാവിന്റെ കൊമ്പത്തിരിക്കും പൂങ്കുയിലുകളെ മണ്ണിൽ വന്നു പിറന്നതറിഞ്ഞില്ലേ? നന്മ നിറഞ്ഞൊരു കൂട്ടുകാരൻ വന്നതറിഞ്ഞില്ലേ? ഈശോയുടെ കൂടെ നമുക്കിന്നാടി കളിച്ചിടാം. ഉണ്ണീശോയുടെ കൂടെ നമുക്കിന്ന് പാടിക്കളിച്ചിടാം. പാദസ്പർശം. നാടകം ഇവിടെ ഒരിടത്തു മരണം ഒരിടത്തു ജനനം തുമലിൽ ജീവിതഭാരം. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ ഇനിയൊരു വിശ്രമം എവിടെ ചെന്നോ? മോഹങ്ങൾ അവസാന നിമിഷം വരെ മനുഷ്യബന്ധങ്ങൾ തുടരവരെ. വലുതാകുന്നതാര്? തലകുത്തി നിന്നാൽ വലുതാകുന്നതാര്? നീതു ചേച്ചിയാണെന്നാണ് പറഞ്ഞത്. ഉത്തരം എന്താണ്? 6 9.
ആദ്യം പറഞ്ഞത് അവനാണോ എന്ന് അറിയത്തില്ല. ഏറ്റവും ഒച്ചയിലും പലതവണയിലും ഉത്സാഹത്തിലും പറഞ്ഞത് അവനാണ്. ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കും, ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും. ക്രമത്തിൽ പറയുക. വേറെ ആർക്കെങ്കിലും പറയാമെങ്കിൽ പറഞ്ഞോ. ഒന്നുകൂടെ റെഡി ഫസ്റ്റ് ആയി നോക്കണം. റെഡി 1 2 3 കറക്റ്റ് ആണെന്ന് എല്ലാരും ശ്രദ്ധിച്ചോണം. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, കർക്കിടകം. ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ സഹോദരങ്ങളെ, സെന്റ് ആന്റോസ് കുടുംബക്കൂട്ടായ്മയുടെ വാർഷിക തിരുനാളും ഒരിക്കൽ കൂടി നമുക്ക് കാണുവാനും പങ്കെടുക്കാനും സാധിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഇടവേള എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെളിവാണ്. ഈ വാർഷികാഘോഷം കൃത്യമായ ദിവസങ്ങളിൽ കൃത്യമായ ഭംഗിയായിട്ട് നടത്തി എന്നുള്ളത്. ഇടവയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മളുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ് വെച്ചപ്പോഴും ഭൂരിപക്ഷം ആളുകൾ വന്ന് സംബന്ധിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുന്ന നമ്മുടെ വെട്ടത്തെ എൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചി പൂർണ്ണമായിട്ടും ആ ക്ലാസ്സിൽ സംബന്ധിച്ച് മാത്രമല്ല എന്നും പൂർണ്ണമായിട്ടും ഇന്നത്തെ വാർഷികാഘോഷം പങ്കെടുക്കുകയും ചെയ്തു. അമ്മച്ചിക്ക് നമ്മളുള്ള സ്നേഹവും താല്പര്യവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള താല്പര്യം അമ്മച്ചിക്ക് പാട്ടൊക്കെ പാടി. അപ്പോൾ എല്ലാം നല്ലൊരു താല്പര്യത്തിൻ്റെ, അതായത് നിങ്ങൾക്ക് സഭയോടും ഇടവയോടുള്ള താല്പര്യത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹ ഒരു ലക്ഷണമാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ നടത്തുന്ന തിരുനാൾ ഒരു വെല്ലുമിച്ചയുടെ തിരുനാളാണ്. വെല്ലുമ്മ, അന്നാമ്മ, നമ്മുടെ വെല്ലുമിച്ച് അന്നാമ്മയുടെ പ്രതിനിധി എന്ന നിലയിലാണ് നമ്മുടെ വട്ടത്തെ അന്നമിച്ച് വന്നിരിക്കുക.
അന്നമ്മയുടെ പ്രതിനിധി അന്നമ്മ വരും. അപ്പോൾ അതുകൊണ്ട് മാതാവിൻ്റെ അമ്മ എന്ന് പറഞ്ഞല്ലോ ഈശോയുടെ വെല്ലുമ്മയായിരുന്നു. ഒരു വെല്ലുമ്മയുടെ തിരുനാൾ നമ്മൾ ആചരിക്കുകയാണ്. തീവ്ര പ്രയത്നത്തിന്റെ ഒരു പരിസമാപ്തി കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വയസ്സ് തൊട്ട് ഏകദേശം 90 വയസ്സ് വരെയുള്ളവരുടെ ഒരു അപൂർവ സംഗമം. ഇത് ശരിക്കും ജീവിതത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമായിട്ടേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. എന്തിനേറെ നമ്മുടെ പ്രത്യേക ക്ഷണിതാക്കളായിട്ട് ഇവിടെ എത്തിയ സോമൻ ചേട്ടനും മോളി കുടുംബവും അതുപോലെ മോളിയും ബിജുവും ഒക്കെ ഈ പ്രോഗ്രാമിന്റെ പൗട്ട് കൂട്ടുവാൻ ഏറെ സഹായിച്ചവരാണ്. നമുക്കറിയാം, ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ എല്ലാവരും വിളിച്ചോതുന്നുണ്ടായിരുന്നു. ഭാവിയുടെ വാഗ്ദാനങ്ങളുടെ നല്ല പ്രോഗ്രാമുകൾ ഏറെ മനസ്സിന് കുളിർമ തന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ പ്രായം ചെന്നവരുടെ എല്ലാ പ്രോഗ്രാമുകളും കണ്ണിന് ഏറെ കുളിർമയും മനസ്സിനേറെ സന്തോഷവും പ്രദാനം ചെയ്യുന്നത് തന്നെയായിരുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. നമുക്കറിയാം, 3 മണി തൊട്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിച്ചതാണ്. ഇപ്പൊ ഏകദേശം സമയം 8:30. നമ്മുടെ ഈ ഓരോ നിമിഷത്തെയും കാര്യങ്ങൾ സശ്രദ്ധം സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുവാൻ നമ്മുടെ വികാരിയച്ഛൻ ആദ്യ അവസാനം ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛനെയും മാത്യൂസിനെയും ഏറെ സ്നേഹത്തോടെ ഏറെ ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങൾക്ക് രണ്ടുപേർക്കും തരികയാണ്. അടുത്തതായിട്ട് കൃത്യത അർഹിക്കുന്നത് നമ്മുടെ ആനിമേറ്റർ സിസ്റ്റേഴ്സിനൊപ്പം ഇവിടെ എത്തിയ മറ്റ് സിസ്റ്റേഴ്സുമാണ്. അവരുടെ പ്രയത്നം ചില്ലറയല്ല. നമുക്കറിയാം, ഈ പ്രതികൂല കാലാവസ്ഥയിലും ഏത് ഇരുട്ടിനെയും വകവെക്കാതെ നമ്മുടെ ഇവിടെ കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ നമ്മുടെ ആനിമേറ്റർ സിസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ട്. സിസ്റ്ററെയും സിസ്റ്ററിന്റെ കൂടെ എത്തിയ എല്ലാ സിസ്റ്റേഴ്സിനെയും ഏറെ നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കുന്നു. ഒപ്പം ഞങ്ങൾക്ക് ചെറുതാണെങ്കിലും ഒരു കഥയിലൂടെ നല്ല സന്ദേശം തന്ന സിസ്റ്ററിനെയും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇനിയും ഏറെ നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ ഈ കൂട്ടായ്മയിലെ സെന്റ് അന്നാസ് കൂട്ടായ്മയിലെ ഏറ്റവും മുതിർന്ന നമ്മുടെ വെട്ടത്തെ അന്നമ്മച്ചേർത്തിയാണ്. തന്റെ ഒരു ആഗ്രഹ സഫലമായ ഒരു മുഹൂർത്തമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം 1 വയസ്സ് തൊട്ട് 90 വയസ്സ് വരെയുള്ളവരുടെ ഒരു അപൂർവ സംഗമത്തില് വളരെ ത്യാഗം സഹിച്ചാണെങ്കിലും ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിയതിൽ ഈ കൂട്ടായ്മയിലെ ഓരോരുത്തരുടെ നാമത്തിലും പ്രത്യേകിച്ച് അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെ എല്ലാ നാമത്തിലും ചേർത്തിയ പ്രത്യേകമായിട്ട് ഞങ്ങൾ അനുമോദിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഇനി ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചത് നമ്മുടെ കുടുംബ കൂട്ടായ്മ ലീഡറാണ്. ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ആരാണ്ടോ പറഞ്ഞ പിള്ളേർ പറയുന്നത് കേട്ട് ഞാൻ ഉണ്ടായപ്പോ തൊട്ടേ ദേവിച്ചേട്ടനാണ് ലീഡർ. എനിക്ക് വേപ്പാപ്പനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ നിസ്തുലമായ സേവനമാണ് നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മയുടെ ഓരോ കല്ലിനെയും ചേർത്ത് വെക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എത്ര ശ്ലാഘനീയമാണെന്ന് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സന്തോഷങ്ങളിലും വേദനകളിലും നമ്മളോടൊപ്പം ഓരോ നിമിഷവും പങ്കുചേരാൻ അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. അതായത് നമ്മുടെ ഈ കൂട്ടായ്മയിലെ 1 വയസ്സുള്ള കൊച്ചിന്റെ തൊട്ട് 90 വയസ്സ് വരെയുള്ള ഓരോരുത്തരുടെയും കൂട്ടുകാരനാണ് ശരിക്കും പുള്ളി. അല്ലാതെ ഒരു പ്രായം ചെന്ന കാരണവരെന്നോ അല്ലെങ്കിൽ കണ്ണി വീഴുവേ പകയേറും അംഗമല്ലേ പടവെട്ടി പാര വയ്ക്കാൻ പണികൾ 17